ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എനിക്കോ എന്റെ മോനോ ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. പിന്നെ താല്പര്യമുള്ളത് നിങ്ങൾ നാട്ടുകാർക്ക് മാത്രമാണ്. പിടിവിടാതെ പിടിച്ചിരിക്കുന്നത് ദാ ഈ പെങ്കൊച്ചു. അതങ്ങനെയാണല്ലോ ജിമ്മിച്ചിന്റെ അമ്മേ. പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായത് ഈ പെങ്കൊച്ചിനാ. ഇതിന് വേറൊരു വിവാഹം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? രണ്ടു കൈയും ചേർത്ത് കൊട്ടാതെ ശബ്ദം കേൾക്കില്ലല്ലോ പിള്ളേച്ച. എല്ലാം കഴിഞ്ഞിട്ട് ക്രൂശിക്കാൻ നേരം എന്റെ മോനെ മാത്രം പിടിക്കുന്നത് ശരിയാണോ? ഇത് അങ്ങനെയൊന്നും കാണേണ്ട കാര്യമല്ല. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇത്രയൊക്കെ വിഷയമായ സ്ഥിതിക്ക് ഇതങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. എല്ലാവരും ഇങ്ങനെ പറയുമ്പോ ഞാൻ എതിർക്കുന്നത് ശരിയല്ലല്ലോ. ശരിയായാലും തെറ്റായാലും നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കെട്ട് നടത്തുമെന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ കെട്ടിന് എനിക്ക് സമ്മതം. ഉള്ള കാര്യം പറയാലോ, ഞാൻ ആളൊരു പഴഞ്ചനാ. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു കാര്യം പറയാം. ഈ കെട്ട് നടക്കണമെങ്കിൽ പെങ്കൊച്ചു മതം മാറി ഞങ്ങളുടെ സഭയെ ചേരണം. അമ്മച്ചി ആ പറഞ്ഞത് ന്യായമായ കാര്യമാണ്. സഭയെ ചേർന്നെന്ന് വെച്ച് ആർക്കും നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. സഭയിൽ ചേരുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ പിന്നെ എപ്പോഴത്തെ കെട്ട് നടത്താന്ന് ആലോചിക്കാം. ഒരു കാര്യം കൂടെ ഉണ്ട് പിള്ളേച്ച. കുരിശുമൂട്ടി കുടുംബം എന്ന് പറഞ്ഞാ അറിയാലോ, ഒരു നിലയും വിലയൊക്കെ ഉണ്ട് അതിന്. ജിമ്മിച്ചന്റെ പെണ്ണെന്നും പറഞ്ഞ് അങ്ങോട്ട് വന്ന് കേറുമ്പോ കാതിലും കഴുത്തിലും ഒക്കെ മാന്യമായിട്ട് എന്തെങ്കിലും ഒക്കെ വേണ്ടേ? അതെന്തായാലും ചെയ്യാതിരിക്കില്ലല്ലോ. 51 പവനും 10 ലക്ഷത്തിലും കുറഞ്ഞ് ഒരിടപാടും നടക്കത്തില്ല. കുറവാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാനിത് പറഞ്ഞത്. അത് സാരമില്ല. 51 പവനെന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ വിലക്ക് ഒരു 10 ലക്ഷത്തിന് പുറത്തു വരും. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാ. നടക്കത്തില്ലെങ്കിൽ ഈ ആലോചന ഇവിടെ വെച്ച് തന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ ഇറങ്ങുവാ. നിക്ക 51 പവനും 10 ലക്ഷം രൂപയല്ലേ?